രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശൈശവ വിവാഹം നടക്കുന്നത് പശ്ചിമ ബംഗാളിലെന്ന് സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ടിൽ പറയുന്നു. ഈ മാസം പുറത്തിറക്കിയ സ്ഥിതിവിവര കണക്കിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലാണ് ഏറ്റവും കുറവ് ശൈശവ വിവാഹങ്ങൾ നടക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫീസാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഈ റിപ്പോർട്ട് പ്രകാരം പശ്ചിമ ബംഗാളിൽ 6.3% സ്ത്രീകൾ 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്നു. ജാർഖണ്ഡാണ് രണ്ടാം സ്ഥാനത്ത്. 4.6 ഇവിടുത്തെ കണക്ക്. ഏറ്റവും കുറവ് കേരളത്തിലാണ്. 0.1% ഇവിടുത്തെ നിരക്ക്. തൊട്ടുപിന്നിലുള്ള ഹിമാചൽ പ്രദേശിലും ഹരിയാനയിലും യഥാക്രമം 0.4%, 0.6% ശൈശവ വിവാഹങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2025 സെപ്റ്റംബർ SRS പ്രസിദ്ധീകരിച്ച 2023 സ്ഥിതിവിവര റിപ്പോർട്ടിലെ കണക്കാണ് ഇത്. ദേശീയ തലത്തിൽ 2.1% സ്ത്രീകൾ 18 വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലും 18 വയസ്സിന് മുമ്പ് വിവാഹിതരായ സ്ത്രീകളുടെ എണ്ണം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. 5.8% ഇവിടുത്തെ കണക്ക്. തൊട്ടുപിന്നിൽ ജാർഖണ്ഡാണ് 5.2%. നഗരപ്രദേശങ്ങളിലും ശൈശവ വിവാഹം ഏറ്റവും ഉയർന്ന അനുപാതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും പശ്ചിമ ബംഗാളിൽ തന്നെയാണ്. 7.6% കണക്ക്. ജമ്മു കാശ്മീർ 3.5%, ഒഡീഷ 2.8% എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപിന്നിലുള്ളത്. 2025 മെയ് മാസം പുറത്തുവിട്ട SRS റിപ്പോർട്ടിലും ഗ്രാമപ്രദേശങ്ങളിൽ ഏറ്റവും ഉയർന്ന ശൈശവ വിവാഹ നിരക്ക് പശ്ചിമ ബംഗാളിൽ തന്നെയായിരുന്നു. 6% മെയ് മാസത്തെ കണക്ക്. നഗരപ്രദേശങ്ങളിൽ 9.2% സ്ത്രീകൾ പ്രായപൂർത്തിയാകും മുമ്പ് വിവാഹിതരാകുന്നതായിരുന്നു റിപ്പോർട്ട്. സെപ്റ്റംബറിലെ കണക്കുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നേരിയ കുറവ് രേഖപ്പെടുത്തിയതായി കാണാം. ശൈശവ വിവാഹം ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ഒരു ദശാബ്ദക്കാലമായി അവതരിപ്പിക്കുന്ന നയങ്ങൾ ഫലപ്രദമല്ലെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പെൺകുട്ടികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനും ശൈശവ വിവാഹം കുറയ്ക്കുന്നതിനുമായി 2013 പശ്ചിമ ബംഗാൾ സർക്കാർ കന്യാസ്ത്രീ എന്നൊരു പദ്ധതി ആരംഭിച്ചിരുന്നു. പദ്ധതിയുടെ ഗുണഭോക്താക്കളുടെ എണ്ണം 93 ലക്ഷം കവിഞ്ഞതായും ഇത് ഉടൻ 1 കോടി കടക്കുമെന്നുമായിരുന്നു അവർ അവകാശപ്പെട്ടിരുന്നത്. 2025 ഓഗസ്റ്റ് 14 കൊൽക്കത്തയിൽ നടന്ന കന്യാസ്ത്രീ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുത്ത പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സംസ്ഥാനത്തെ ജനസംഖ്യ 10 കോടിയാണെന്നാണ് കണക്കാക്കുന്നത്. ജനസംഖ്യയുടെ ഏകദേശം 9.3% ഇതിനകം പദ്ധതിയുടെ പരിധിയിൽ വന്നിട്ടുണ്ടെന്നാണ് മമതാ ബാനർജി അവകാശപ്പെടുന്നത്. ഈ സാമ്പത്തിക വർഷത്തിൽ 593.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പദ്ധതിക്കായി അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ ശൈശവ വിവാഹ നിരക്കിൽ പ്രകടമായ മാറ്റമില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.